ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മളിനി വീണ്ടും സെറ്റ് തിയറിയുടെ ഗണസിദ്ധാന്തത്തിലെ അടുത്ത ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കുറേ അതിൻ്റെ സെറ്റ് തിയറിയുമായി ബന്ധപ്പെട്ട കുറേ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു അറിഞ്ഞു. ഇന്ന് നമ്മളിതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ് കേട്ടോ ചെയ്യണത്. ഇന്ന് നമ്മൾ ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള വശങ്ങളിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് PSCക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് വരിക, അതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നതെന്നാണ് ഇന്ന് 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് വരുന്ന ഇത്തരം ക്വസ്റ്റ്യൻസിനെ നമ്മളെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ സെറ്റ് തിയറിയുടെ ഇന്നത്തെ ക്ലാസ്സിൽ. സാധാരണ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന റെഗുലറായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എന്താ പറയുക, 2 സെറ്റുകൾ തന്നിരിക്കുന്നു. എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന 2 ഫിനിറ്റ് സെറ്റുകളാണെന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ്, വൈ എന്ന് പറയുന്ന മറ്റൊരു ഗണം, 2 സെറ്റുകളാണെന്ന് വിചാരിക്കുക. ആൻഡ് എക്സ് എന്ന് പറയുന്ന സെറ്റിൽ ദർ ആർ 28 എലമെന്റ്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എക്സ് എന്ന് പറയുന്നത് 28ഉം നമ്പർ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ വൈയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം. ഷോർട്ടായിട്ട് എഴുതിയിരിക്കുകയാണ് ക്വസ്റ്റ്യൻസ്. കുറച്ച് വലിയ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് നമ്മൾ വലിയ അത് കാര്യം മനസ്സിലാക്കുക. ഇതിനകത്ത് എക്സും വൈയും 2 സെറ്റുകളാണെന്ന് വിചാരിക്കുക. എക്സ് ആൻഡ് വൈ ആർ 2 സെറ്റ്സ്, 2 ഫിനിറ്റ് സെറ്റ്സ്, അല്ലെങ്കിൽ 2 പരിമിത ഗണങ്ങളാണ്. നമ്പർ ഓഫ് എക്സ് എലമെന്റുകൾ ഏതിലുള്ളത്, എക്സിലുള്ള എലമെന്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 28ഉം വൈയിലുള്ള എലമെന്റുകളുടെ എണ്ണം 32ഉം ആണെങ്കിൽ വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുന്നതിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എലമെന്റുകൾ ഉണ്ടായിരിക്കും. അംഗങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എലമെന്റ്, അതിനകത്ത് എത്ര എണ്ണം, എക്സ് ഇന്റർസെക്ഷൻ വൈയിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും എന്നാണ്. ആൻഡ് ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. എക്സ് യൂണിയൻ വൈ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ ഇസ് ഈക്വൽ ടു 50 എലമെന്റ്സ്. അതായത് 50 അംഗങ്ങളുള്ള, അതായത് ആകെ 50 ആണ്. ആകെ 50 എന്ന് പറയുമ്പോൾ എക്സിലെയും വൈയിലെയും 2 ഗണത്തിലെയും അംഗങ്ങളുടെ എണ്ണത്തിന്റെ തുക ആണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, 50. അതാണ് ഈ പറഞ്ഞേക്കണേ എക്സ് യോഗം വൈ എന്ന്, അല്ലെങ്കിൽ എക്സ് യൂണിയൻ വൈ എന്ന് പറയുമ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന മൊത്തം എലമെന്റ്സ് എന്ന് വെച്ചാൽ 2ലെയും കൂടി കൂട്ടിയിട്ടുള്ളത്. ചില എലമെന്റുകൾ ഒരെണ്ണത്തിലുള്ളത് മറ്റേതിലേക്കും റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ വിചാരിക്കും ഇവിടെ 28 ഉണ്ട്, ഇവിടെ 32 ഉണ്ട്, അങ്ങനെയാണെങ്കിൽ 60 എലമെന്റ് വരണ്ടേ എന്ന് നമ്മൾ വിചാരിക്കും. അല്ല, അങ്ങനെയല്ല. കാരണം എക്സിനകത്തെ ചില എലമെന്റുകൾ ചിലപ്പോൾ വൈയിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വൈയിലുള്ള എലമെന്റുകൾ ചിലതൊക്കെ എതിലുണ്ടാകാം, എക്സിലുണ്ടാകാം. അതാണ് പറഞ്ഞിരിക്കുന്നത് എക്സ് യൂണിയൻ വൈ, അതായത് റിപ്പീറ്റ് ചെയ്യാതെ ഇതിൽ 2ന്റെയും കൂടി ആകെയുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 50 ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് in x union y is 50 and number of elements in x, xിലുള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 28ഉം വൈയിലുള്ള അംഗങ്ങളുടെ എണ്ണം 32 ആയാൽ what will be the number of elements in x intersection y, x intersection yയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതുപോലെ ഏതൊക്കെ തന്നിട്ടുണ്ട്, എക്സ് യൂണിയൻ വൈയിലുള്ള എലമെന്റുകളുടെ എണ്ണം തന്നിട്ടുണ്ട്, എക്സിൽ എലമെന്റുകൾ വേറെ തന്നിട്ടുണ്ട്, വൈയിൽ എലമെന്റുകൾ വേറെ തന്നിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കണം. എക്സ് ഇന്റർസെക്ഷൻ, ഇതിൽ 2 കൂടി കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് തന്നിട്ടുണ്ട്, ഇവിടെ ഇത് 2 തന്നിട്ടുണ്ട്, ഇതിൽ ഏതെങ്കിലും മറ്റേത് എക്സ് യൂണിയൻ വൈയിലെ അംഗങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാണെങ്കിലും ഏത് വേണമെങ്കിലും, ഈ പറഞ്ഞിരിക്കുന്ന ഏത് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് എക്സ് മാത്രമായിട്ട് കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് വൈ മാത്രമായി കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ മാത്രമായിട്ട് കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ, ഇതിൽ ഏത് കണ്ടുപിടിക്കാനും നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇതാണ്. നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ് പ്ലസ് നമ്പർ ഓഫ് വൈ മൈനസ് നമ്പർ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. ഈ ഒരു ഇക്വേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും, ഇപ്പൊ ഏതാണ് നമുക്ക് ഇല്ലാത്ത ഒരു കാര്യം, അതായത് നമ്പർ ഓഫ് എക്സിൽ എലമെന്റ് എത്ര ഉണ്ടെന്ന് അറിയില്ല, ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. ഏത് തന്നിട്ടുണ്ട്, എക്സ് യൂണിയൻ വൈയിൽ എത്ര അംഗങ്ങളുണ്ട്, 2ലും കൂടി ആകെ എത്ര എലമെന്റ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. വൈയിൽ എലമെന്റ് മാത്രം തന്നിട്ടുണ്ട്. എക്സും വൈയും കൂടി ചേരുമ്പോൾ അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ഏത് കണ്ടുപിടിക്കാം, എക്സ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, അല്ലെ? അപ്പൊ ഇതിൽ ഏത് ആണോ മിസ്സിങ്, അത് ഏത് കണ്ടുപിടിക്കാനായാലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. മറക്കണ്ട, നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എക്സ്
പ്ലസ് നമ്പർ ഓഫ് വൈ മൈനസ് നമ്പർ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ കൊടുത്ത് ചെയ്താൽ മതി. അപ്പൊ നോക്കിയാൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ എന്തൊക്കെയുണ്ട്, ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ഏതാ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ, അതായത് ലാസ്റ്റ് കിടക്കുന്ന കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ. നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ, അവിടെ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 50 അല്ലെ, 50 സമം നമ്പർ ഓഫ് എക്സ്, എക്സിൽ എലമെന്റ്സ് തന്നിട്ടുണ്ട് 28 പ്ലസ് നമ്പർ ഓഫ് വൈ, വൈയിൽ എലമെന്റ് തന്നിട്ടുണ്ട് 32 മൈനസ് എക്സ് ഇന്റർസെക്ഷൻ വൈയിലെ എലമെന്റുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അത് അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത് തന്നെ അവിടെ ഇങ്ങോട്ട് ഇറക്കി എഴുതാം. ആ ഒരു ഇക്വേഷനിൽ കൊടുക്കാനുള്ള സംഭവം നമുക്ക് ഇല്ല. അതാണ് നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു അതിനകത്ത് എത്ര എണ്ണം എലമെന്റുകൾ ഉണ്ട്, ഒബ്ജക്റ്റുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 50 അങ്ങോട്ട് തന്നെ ഇറക്കി എഴുതാം. 28 32 കൂട്ടിക്കഴിഞ്ഞാൽ 60 കിട്ടും. 60 മൈനസ് നമ്പർ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്പർ ഓഫ് എന്താ പറയാ എക്സ് ഇന്റർസെക്ഷൻ വൈ എന്നുള്ളത് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അതെന്താകും, മൈനസ് എൻ നമ്പർ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ഇങ്ങോട്ട് വരുമ്പോൾ അത് പ്ലസ് ആകും, പോസിറ്റീവ് ആക്കി. ഈക്വൽ ടു 60ന്റെ അടുത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് 50 ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താകും, മൈനസ് 50 ആകും. ദെർഫോർ നമ്പർ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈയില് എത്ര അംഗങ്ങളുണ്ടെന്ന് നമുക്ക് കിട്ടുന്നു? 10 എലമെന്റുകളാണ്. 10 എലമെന്റുകളാണ് ഇതിലുള്ളത്. എക്സ് ഇന്റർസെക്ഷൻ വൈ എന്ന് പറയുന്ന ആ ഗണത്തിൽ വരുന്ന ഒബ്ജക്റ്റുകളുടെ അല്ലെങ്കിൽ അംഗങ്ങളുടെ എണ്ണം. ക്ലിയർ ആയി? അപ്പൊ ഈ ഒരു ഇക്വേഷൻ കൊടുത്താൽ മതി. ഇതിലേത് വേണമെങ്കിലും നമുക്ക് മിസ്സിംഗ് ആണെങ്കിൽ കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനിൽ എന്താണോ നമുക്ക് അറിയേണ്ടത്, ഇപ്പൊ ഇത് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇത് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാനെങ്കിൽ ബാക്കിയുള്ളത് വെച്ചിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. നമ്പർ ഓഫ് എക്സ് യൂണിയൻ വൈ is equal to നമ്പർ ഓഫ് എക്സ് പ്ലസ് നമ്പർ ഓഫ് വൈ മൈനസ് നമ്പർ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ. അപ്പൊ നോക്കുക, അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണെന്ന്. നമ്മൾ സാധാരണ ഒരു എന്താ പറയുക ആൾജിബ്രിക് എക്സ്പ്രഷനിൽ വരുന്ന അല്ലെങ്കിൽ ഇക്വേഷൻസിൽ വരുന്ന എക്സും വൈ ഒക്കെ സോൾവ് ചെയ്യാറില്ലേ, ആ ഒരു ഫോമാറ്റിൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. നമ്മൾ എക്സും വൈ ഒക്കെ വരുന്ന പെയർ ഓഫ് ഇക്വേഷൻസും അല്ലെങ്കിൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാറുണ്ട്. ആ ഒരു ഫോർമാറ്റിലാണ് നമ്മളിപ്പോൾ ഈ സെറ്റ് തിയറിയുടെ ഈ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത്. നോക്കാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇതാണ്. ഔട്ട് ഓഫ് 35 സ്റ്റുഡൻസ്, അതായത് മൊത്തം ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത്. 35 സ്റ്റുഡൻസ്. ഔട്ട് ഓഫ് 35 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയണം അത് ഏതാണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് എന്താ പറയാ എ യൂണിയൻ ബി, എയും ബിയുമാണ് എന്താ പറയാ കുട്ടികളുടെ എണ്ണത്തിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 2 സെപ്പറേറ്റ് സെറ്റുകൾ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സെപ്പറേറ്റ് സെറ്റുകൾ തന്നിട്ടുണ്ടാകും. ഇതിനകത്ത് തന്നിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാം. നമ്പർ ഓഫ് ക്രിക്കറ്റ് ലവിംഗ് സ്റ്റുഡൻസ്. ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്. ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 35 ആണ്. ഇതിനകത്ത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 24 കുട്ടികൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയാ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ എന്ന് പറയുന്നത് 16 ആണ്. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഹൗ മെനി ആർ ദർ ഹു ലവ് ടു പ്ലേ ക്രിക്കറ്റ്, ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ. ക്രിക്കറ്റും അതുപോലെ തന്നെ ആൻഡ് ആണ്, ഓറല്ല, ആൻഡ് ഫുട്ബോൾ രണ്ടും കളിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. രണ്ടും കളിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ എന്ന് വെച്ചാൽ രണ്ടിലും കോമൺ ആയിട്ട്, അതായത് കുറച്ച് കുട്ടികൾക്ക് ക്രിക്കറ്റ് മാത്രം കളിക്കാൻ ഇഷ്ടപ്പെടുന്നു, കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ രണ്ടും കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഇതിനെ ഓരോന്നിനെയും റെപ്രസെന്റ് ചെയ്യാം, എ ബി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം നമ്പർ ഓഫ് എ അല്ലെ, എൻ ഓഫ് എ എന്ന് പറയുന്ന സെറ്റിൽ പെടുത്താം. അതിനകത്ത് 24 കുട്ടികൾ. ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ എൻ ഓഫ് ബി എന്ന് നമുക്ക് കൊടുക്കാം. ആൻഡ് ദർ ആർ 16 സ്റ്റുഡൻസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സെക്ഷൻ. ആ ഒരു സെക്ഷനിൽ 16 കുട്ടികളാണുള്ളത്. ഇനി എന്താ തന്നേക്കണേ, നമ്പർ ഓഫ് എ യൂണിയൻ ബി അല്ലേ തന്നിരിക്കുന്നത്. എങ്ങനെ മനസ്സിലായി യൂണിയൻ ആണെന്ന്? there are 35 സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. 35 കുട്ടികളാണ് ആകെ ക്ലാസ്സിലുള്ളത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി സിമ്പിൾ അല്ലേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, ദാറ്റ് മീൻസ് ഹു ലൈക്ക് ടു പ്ലേ ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ. ക്രിക്കറ്റും ഫുട്ബോളും രണ്ടും ഒരുമിച്ച് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന എത്ര കുട്ടികളുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ തൊട്ട് മുകളിൽ ഒരു ഇക്വേഷൻ ചെയ്തിരുന്നു. ഇതിലേത് വേണമെങ്കിലും ഇതുണ്ടത്, എ യൂണിയൻ ബി ഉണ്ട്, നമ്പർ ഓഫ് എ മാത്രമുണ്ട്, നമ്പർ ഓഫ് ബി മാത്രമുണ്ട്. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. അപ്പോൾ ഈ സംഭവം കണ്ടുപിടിക്കാൻ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വേഷൻ കൊടുക്കാം. നമ്പർ ഓഫ് എ യൂണിയൻ ബി is equal to number of A plus number of B
മൈനസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഇക്വേഷനിൽ തന്നെ കൊടുക്കാം. നമ്പർ ഓഫ് എ യൂണിയൻ ബി, ആകെ കുട്ടികളുടെ എണ്ണം 35 അവിടെ കൊടുക്കുക, ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ, ദാറ്റ് മീൻസ് ദ സ്റ്റുഡൻസ് ഹു ലവ് ടു പ്ലേ ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ 24 ആണ്, 24 കൊടുക്കുന്നു. പ്ലസ് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നത് 16 ആണ്. മൈനസ് എ ഇന്റർസെക്ഷൻ ബിയുടെ നമ്പർ നമുക്ക് തന്നിട്ടില്ലാത്തത് കൊണ്ട് അത് നമ്മൾ അവിടെ അങ്ങനെ തന്നെ എഴുതുന്നു. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. 35 അവിടെ ഇറക്കി എഴുതാം, ഇസ് ഈക്വൽ ടു 24 പ്ലസ് 16 എത്രയാ, 40 ആണ് അല്ലെ, 40 മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, ഇറ്റ് ബിക്കംസ് പോസിറ്റീവ് അല്ലെ, പോസിറ്റീവ് ആകും. നമ്മൾ ഇടുന്നില്ല, കാരണം നെഗറ്റീവ് ഒരു ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ സൈൻ മാറും, പ്ലസ് ആണെങ്കിൽ മൈനസ് ആകും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആകും അല്ലെ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം നമുക്ക് 40 ഇവിടെ തന്നെ നിർത്താം, 35 അപ്പുറത്തേക്ക് കൊണ്ടുവരാം, ഇറ്റ് ബിക്കംസ് മൈനസ് 35. സോ ദ ആൻസർ ഈസ് 5. അതായത് രണ്ട് കളിയും കളിക്കാൻ ഇഷ്ടപ്പെടുന്ന, രണ്ട് ഗെയിമിലും താല്പര്യമുള്ള കുട്ടികൾ എന്ന് പറയുന്നത് 5 നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. 5 പേരാണ് രണ്ട് ഗെയിമിലും താല്പര്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യാൻ വീണ്ടും നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കണ്ടല്ലോ. ആ ഇക്വേഷനിൽ മാറ്റമില്ല. ഇതിലേത് കണ്ടുപിടിക്കാനും നമുക്ക് ഈ സെയിം ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വീണ്ടും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടത് ഇക്വേഷൻ തന്നെയാണോ എന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ വായിക്കാം. സർവേ കണ്ടക്ടഡ് എമംഗ് 400 സ്റ്റുഡൻസ്. ഒരു 400 കുട്ടികളുടെ ഇടയിൽ നടത്തിയ ഒരു സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ കാര്യം, 100 സ്റ്റുഡൻസ് ലൈക്ക് ആപ്പിൾ ജ്യൂസ്. അപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ആപ്പിൾ ജ്യൂസ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അതിനകത്ത് എത്രയുണ്ട് കുട്ടികൾ? 100 കുട്ടികൾക്ക് ആപ്പിൾ ജ്യൂസ് ഇഷ്ടമാണ്. ആൻഡ് 150 ലൈക്ക് ഓറഞ്ച് ജ്യൂസ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് വൈ എന്ന് പറയുന്നത് 150, 150 പേർക്ക് എന്ത് ഇഷ്ടമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? ഓറഞ്ച് ജ്യൂസ് ഇഷ്ടമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ആൻഡ് 75 പീപ്പിൾ ലൈക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ലൈക്ക് ആപ്പിൾ ആൻഡ് ഓറഞ്ച് ജ്യൂസ്. ഇത് രണ്ടും ഇഷ്ടപ്പെടുന്ന എത്ര കുട്ടികളുണ്ട്? നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 75 ആണ് തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഇത് രണ്ടും ഇഷ്ടപ്പെടാത്ത കുട്ടികൾ എത്ര ഉണ്ടെന്നാണ്. കണ്ടോ, ബോത്ത് ഡിസ്ലൈക്ക്, അതായത് രണ്ടും ഇഷ്ടമില്ലാത്ത കുട്ടികളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടുപിടിച്ചതല്ലോ. രണ്ടും ഇഷ്ടപ്പെടുന്നത് കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ആകെ എത്ര കുട്ടികൾ എല്ലാം ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കായിരുന്നു. കോമൺ ആയിട്ട് ഇത് രണ്ടും ഇഷ്ടപ്പെടുന്നവർ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കായിരുന്നു. പക്ഷെ ഇവിടെ ഇഷ്ടപ്പെടാത്തവരാണ്, നെഗറ്റീവാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ട് അല്ലെ. എത്ര പേർക്കിടയിലാണ് അവിടെ സർവേ നടത്തിയത്? 400 സ്റ്റുഡൻസിന്റെ ഇടയിലാണ് നമുക്കിവിടെ സർവേ നടത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നമുക്ക് നോക്കിയേ, ഇവിടെ നമ്പർ ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു 400 ഉണ്ട്, നമ്പർ ഓഫ് എക്സ് 100 ഉണ്ട്, നമ്പർ ഓഫ് വൈ നമുക്ക് തന്നിരിക്കുന്നത് ഓറഞ്ച് ജ്യൂസ് മാത്രം ഇഷ്ടപ്പെടുന്നവർ 150 ഉണ്ട്. ബോത്ത് രണ്ടും ഇഷ്ടപ്പെടുന്നവർ 75 സ്റ്റുഡൻസ് ഉണ്ട്. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇത് രണ്ടും കഴിക്കാൻ ഇഷ്ടപ്പെടാത്തത്. ദാറ്റ് മീൻസ് നമുക്ക് വേണ്ടത് എ ഇന്റർസെക്ഷൻ ബി, രണ്ടും ഇഷ്ടമില്ല, അതിന്റെ ഡാഷ് ആണ്. എന്താ ഡാഷ് എന്ന് പറഞ്ഞാൽ? അതായത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് രണ്ടും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന അതിന്റെ നെഗറ്റീവ് ആണ്. അതിന്റെ നെഗറ്റീവ് ആണ് നമുക്ക് കാണേണ്ടത്. ആ നെഗറ്റീവിനെ സൂചിപ്പിക്കാൻ നമ്മളിവിടെ ഒരു ഡാഷ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് പറയും? നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? നമ്മളിതെല്ലാം കൂടി 400 ആണ് മൊത്തം സ്റ്റുഡൻസ്. അതിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന രണ്ടും കുറയ്ക്കാം, 100 കുറയ്ക്കണം, 150 കുറയ്ക്കണം, ആൻഡ് 75 ഷുഡ് ബി ആഡഡ്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സംഭവം സോൾവ് ചെയ്ത് 400 പേരാണ് ആകെ ഉള്ളത്. ആപ്പിൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ ഓറഞ്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരും മൈനസ് ചെയ്യുക, അതിൻ്റെ രണ്ടും കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 400ഉം 75 കൂടി നമുക്ക് കൂട്ടാം. 475 മൈനസ് 100 പ്ലസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്യാം അല്ലെ. ഒരേ ചിഹ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറ്? ആഡ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ അതേ ചിഹ്നം തന്നെയാണ് ഇടാറ്. അപ്പം മൈനസ് 250 കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 475 മൈനസ് 250 എത്രയാണ്? 225 സ്റ്റുഡൻസ് ആണ് ദോസ് ഹു ഡു നോട്ട് ലൈക്ക് ടു ഹാവ് ആപ്പിൾ ജ്യൂസ് ഓർ ഓറഞ്ച് ജ്യൂസ്. രണ്ടും ഇഷ്ടപ്പെടാത്ത ഗണത്തിൽ വരുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 225 അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഡാഷ് ആണ് ചോദിച്ചത്. രണ്ടും നമുക്ക് തന്നിരിക്കുന്നത് ഇഷ്ടത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർ ഇഷ്ടപ്പെടാത്തതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് അതിൽ നിന്ന് നമ്മൾ അത് എന്ത് ചെയ്യുക? ഓരോന്നോരോന്ന് ഇഷ്ടപ്പെടുന്നത് മൈനസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഇൻ്റർസെക്ഷനും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ക്ലിയർ ആയോ?
അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള, അതായത് നമുക്ക് ഒരു ഫിഗർ, ഡയഗ്രമാറ്റിക് ഫിഗർ ഒക്കെ തന്നിട്ട് ചിലപ്പോൾ നമ്മളോട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, അപ്പോൾ അല്ലെങ്കിൽ ഒരു ഡയഗ്രാമിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സെറ്റുകളെ നമ്മളൊന്ന് എന്താ പറയുക റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു സെറ്റ് ചെയ്തിരിക്കുകയാണ്. A is equal to സെറ്റ് 2, 3, 4, 5, 6, 9 ആൻഡ് സെറ്റ് B is equal to 3, 5, 9, 10 എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിരിക്കുകയാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ വെൻ ഡയഗ്രാമത്തിലൂടെ നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. അതെങ്ങനെയാണ്, ചിലപ്പോൾ ഡയഗ്രാം തന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ചൂസ് ചെയ്ത് എഴുതാനുള്ള ആൻസർ ആയിരിക്കാം. അതിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് A യൂണിയൻ ബിയോ അതുപോലെ തന്നെ A ഇന്റർസെക്ഷൻ ബിയോ നമുക്ക് ഈ ഒരു ഡയഗ്രാം തന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഡയഗ്രമാറ്റിക് ആയിട്ടൊന്ന് റെപ്രസെന്റ് ചെയ്താലോ. A എന്ന് പറയുന്ന സെറ്റിൽ 2, 3, 4, 5, 6, 9 എന്നും B എന്ന് പറയുന്ന സെറ്റിൽ 3, 5, 9, 10 എന്ന് പറയുന്ന മറ്റ് കുറച്ച് സംഖ്യകളും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനിൽ എങ്ങനെയാണ് കൊടുക്കാൻ നോക്കാം. നമ്മളിതിന് യൂസ് ചെയ്യുന്നത് സാധാരണ ഇങ്ങനെ ഒരു സർക്കിളോ അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പിലോ ആണ് കൊടുക്കുക. ആൻഡ് ദീസ് ടു ഷേപ്സ് റെപ്രസെന്റ് A ആൻഡ് B. ഈ സെറ്റുകളെ നമുക്ക് A ആൻഡ് B എന്ന് പറയുന്ന രണ്ട് സെറ്റായിട്ട് കൺസിഡർ ചെയ്യാം. A എന്ന് പറയുന്ന സെറ്റിൽ ഇവിടെ കണ്ടല്ലോ, A എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത് ഫുള്ളും Aയുടേതാണ്. Bയുടേത് നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ളും ആണ്. ദാറ്റ് മീൻസ് വി ക്യാൻ സീ ദാറ്റ് ഇൻ ദ ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കും ദർ ഈസ് എ കോമൺ പാർട്ട് വിച്ച് ഈസ് കോമൺ ടു A ആൻഡ് B. Aയ്ക്കും Bയ്ക്കും കോമൺ ആയിട്ടുള്ള ഒരു ഭാഗം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് ഇതൊന്ന് നോക്കാം. അപ്പൊ നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്ന സെറ്റിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ഇവിടെ 3 എന്ന് പറയുന്നത് രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ. 3 എന്ന് പറയുന്ന ആ ഒരു നമ്പർ രണ്ടിലും കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ Aയ്ക്കും Bയ്ക്കും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു വാല്യൂ ആണ് 3 എന്ന് പറയുന്നത്. A എന്ന് പറയുന്ന സെറ്റിലുണ്ട്, B എന്ന് പറയുന്ന സെറ്റിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടിനും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ആ പാർട്ടിൽ നമുക്ക് അവിടെ 3 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? 5 ഇവിടെ ഇതുപോലെ തന്നെ രണ്ട് സെറ്റിലും Aയിലും Bയിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന മറ്റൊരു നമ്പറാണ് 5. അപ്പൊ നമ്മൾ 5 കൂടി റെപ്രസെന്റ് ചെയ്തു. ഇനി ഏതെങ്കിലും സംഖ്യ ഉണ്ടോ രണ്ട് ഗണത്തിലും വരുന്നത്? 9. ഇവിടെയുണ്ട് 9, Aയിലും Bയിലും ഉണ്ട്. സോ 9 ഓൾസോ ക്യാൻ ബി റിട്ടൺ ഇൻ ദിസ് കോമൺ പാർട്ട്. നമുക്ക് 9നെയും ഈ കോമൺ ഭാഗത്ത് ഇടാം. എന്തുകൊണ്ടാണ് കോമൺ ഭാഗത്ത് ഇട്ടത്? A എന്ന് പറയുന്ന സെറ്റിലും 3, 5, 9 റിപ്പീറ്റ് ചെയ്തേക്കണം നമുക്ക് കാണാം, ആൻഡ് Bയിലും കാണാം. അതുകൊണ്ട് ഈ രണ്ടും കൂടി ചേരുന്ന, അതായത് A എന്ന് പറയുന്ന ആ സർക്കിളും B എന്ന് പറയുന്ന സർക്കിളും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പാർട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമൺ ആയിട്ട് വന്നിരിക്കുന്ന സംഖ്യ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത്, ഇനി ബാക്കി ഏതാണുള്ളത്? A എന്ന് പറയുന്ന സെറ്റിൽ ഇനി എന്ത് സംഖ്യകൾ ഉണ്ട് ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട്? കോമൺ ആയിട്ടുള്ളത് മാറ്റിക്കഴിഞ്ഞാൽ 3, 5, 9 എന്നിവ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന സംഖ്യകൾ നമ്മൾ Aക്ക് മാത്രമായിട്ട് കൊടുക്കണം. ഏതൊക്കെയാണ് ബാക്കി വന്നിരിക്കുന്നത്? 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. അപ്പൊ നമ്മള് 2, 4, 6 നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും, ആൻഡ് ഓൺലി അത് എവിടെ മാത്രമേ പാടുള്ളൂ? A എന്ന് പറയുന്ന ഭാഗത്ത് റെപ്രസെന്റ് ചെയ്യുന്നിടത്ത് മാത്രമേ പറ്റുള്ളൂ. Aയിൽ മാത്രം വരുന്ന രീതിയിൽ നമുക്ക് ആ ബാക്കിയുള്ള സംഖ്യ റെപ്രസെന്റ് ചെയ്യാം. ഇനി അടുത്തത് അതുപോലെ Bയിൽ ഇനി എന്താ ബാക്കിയുള്ളത്? 3, 5, 9 ഓൾറെഡി കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി Bയിൽ എന്താ ബാക്കിയുള്ളത്? ഈ 10 മാത്രമേ ഉള്ളൂ. സോ 10 നമുക്ക് Bയുടെ എവിടെ വേണമെങ്കിലും എഴുതി വെച്ചാൽ മതി. അത് ഇതിന്റെ അകത്തോട്ട് കയറാൻ പാടില്ല. Aയും Bയും കൂടി കോമൺ ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ആ ലോക്ക് പോലെ വന്നിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എഴുതാൻ പാടില്ല. ബിക്കോസ് Aയിലും Bയിലും രണ്ടിലും വരുന്ന സംഖ്യകൾ മാത്രമേ ആ കോമൺ പാർട്ടിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഇതൊരു റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു റെപ്രസെന്റേഷൻ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒരു റെക്ടാങ്കിളിനകത്ത് ഇടാം. ഇതൊരു യൂണിവേഴ്സൽ സെറ്റ് ആണ് എന്ന് വെച്ചാൽ Aയും Bയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു യൂണിവേഴ്സൽ സെറ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കാം, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാം. A യൂണിയൻ B. A യൂണിയൻ B എന്താണ്? Aയിലും Bയിലും എല്ലാം കൂടി വരുന്ന സംഖ്യകളെയാണ് നമ്മൾ A യൂണിയൻ B എന്ന് വിളിക്കുക. Aയിൽ വരുന്ന നമ്പേഴ്സ് ഉണ്ടായിരിക്കണം, Bയിൽ വരുന്ന നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. സോ വിച്ച് ആർ ദേ? അത് ഏതൊക്കെയാണ്? A യൂണിയൻ B എന്ന് പറയുമ്പോൾ Aയിൽ ഏതൊക്കെ വന്നിട്ടുണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട് അല്ലെ. 2, 3, 4, 3 അവിടെയും ഉണ്ടായിരുന്നു. അടുത്തത് 5 രണ്ടിലും ഉണ്ടായിരുന്നു. പിന്നെ 6 ഇവിടെ മാത്രമേ ഉള്ളൂ, പക്ഷെ അത് നമ്മൾ എഴുതണം. 9 രണ്ടിലും ഉണ്ട്, 10 ഒരെണ്ണത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ A യൂണിയൻ B എന്ന് പറയുന്നതിൽ എലമെന്റ്സ് രണ്ടിലും വന്നിരിക്കുന്ന എലമെന്റ്സ് വിത്തൗട്ട് റിപ്പീറ്റേഷൻ, നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ അങ്ങോട്ട് എടുത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ A യൂണിയൻ B. അതായത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും 2, 3, 4, 5, 6, 9, 10. കണ്ടോ? 2, 3, 4, 5, 6, 9, 10. ഈ ഒരു ഫിഗറിൽ നോക്കി ഒറ്റ നോട്ടത്തിൽ നമുക്ക് A യൂണിയൻ B കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾ 2 പ്രാവശ്യമൊക്കെ എഴുതി പോകും, അപ്പൊ തെറ്റിപ്പോകും. അടുത്തത് A ഇന്റർസെക്ഷൻ B ആണെങ്കിൽ
ആയല്ലോ. എ ഇന്റർസെക്ഷൻ ബി, ആ ഇന്റർസെക്ഷൻ പാർട്ടിൽ മാത്രം നോക്കിയാൽ മതി. ഇന്റർസെക്ഷൻ പാർട്ടിൽ ഏതൊക്കെ സംഖ്യകളാണ് വന്നിരിക്കുന്നത്? ഏതൊക്കെയാണത്? 3, 5, 9. അപ്പൊ 3, 5, 9 എന്ന് പറയുന്ന സംഖ്യകളാണ് നമുക്ക് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന പാർട്ടിൽ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഡയഗ്രമായിട്ട്, അത് വെൻ ഡയഗ്രത്തിലൊക്കെ നമ്മൾ ഡയഗ്രാം റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന നമ്പറുകളെ ഓരോന്നിലും സെറ്റുകളാക്കി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ കോമൺ ആയിട്ട് വരുന്ന സംഖ്യകൾ റെപ്രസെന്റ് ചെയ്യാൻ നോക്കുക. ബാക്കി വരുന്ന സംഖ്യകൾ അതിന്റെ ആ ഫിഗറിനകത്ത് എഴുതുക. അതായത് ഇന്റർസെക്ഷൻ പാർട്ട് ഒഴിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് മാത്രമേ നമ്മൾ റിമൈനിങ് നമ്പേഴ്സ് എഴുതാൻ പാടുള്ളൂ. ഇറ്റ് ഈസ് നമ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേരിയബിൾസ്, അല്ലെങ്കിൽ ലെറ്റേഴ്സ്, ഏത് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, അത് വേണമെങ്കിൽ നമ്മൾ എഴുതുന്നത് ബാക്കിയുള്ള ഭാഗത്തായിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൂടി അതിനകത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ഇത് നോക്കിയിട്ട് ചിലപ്പോൾ ഡയഗ്രാം തന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് എ യൂണിയൻ ബിയും എ ഇന്റർസെക്ഷൻ ബി ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ് ചെയ്തതിൽ, അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമുക്ക് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്തത്. കൂടാതെ ഈ ഡയഗ്രാം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഇത് ചെയ്ത് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അടുത്ത ദിവസം കാണാം. ബൈ.